Meet the editors. മുഖ്യമന്ത്രിയുടെ ലൈൻ വ്യക്തമോ എന്നാണ് ചോദ്യം. സുനിൽ, ഒടുവിൽ 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും മറുപടി പറയാത്ത മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് മറുപടി പറഞ്ഞു. പ്രതികരണങ്ങളിൽ ആ ലൈൻ വ്യക്തമാണോ? തീർച്ചയായും മുഖ്യമന്ത്രി നേരത്തെ ആദ്യ വാർത്താ സമ്മേളനമാണ് ഞാൻ ഓർക്കുന്നത്. ആദ്യ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് തരുന്നു, നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയിൽ നിന്ന് വളരെ കൂടുതൽ വൈകാതെ തന്നെ അദ്ദേഹം എത്തുന്നത്, നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഉത്തരം എപ്പോൾ പറയണം എന്നത് ഞാൻ തീരുമാനിക്കും, അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് വി.ഡി. സതീശൻ മാറി എന്നതാണ്. അതിനുള്ളൊരു ദൂരം അധിക സമയം വേണ്ടി വന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വളരെ രസകരമായൊരു കാര്യമുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ സാധിക്കില്ലല്ലോ, കാരണം എനിക്കതേക്കുറിച്ച് പഠിക്കണമല്ലോ. അദ്ദേഹം 3 ദിവസം ഇരുന്ന് പഠിച്ചിട്ട് ആണ് ഇന്ന് വന്ന് അദ്ദേഹം മറുപടി പറയുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞല്ലോ, മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ ഉത്തരം പറയാതിരിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. നരേന്ദ്രമോദിയും ഇങ്ങനെയാണ്. നരേന്ദ്രമോദി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാറേയില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് പറയാനുള്ള കാര്യങ്ങൾ നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പറയും. മൻ കി ബാത്തിലൂടെ കേട്ടാൽ മതി, അങ്ങോട്ടാരും ചോദ്യം ചോദിക്കേണ്ട. ഏതായാലും മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? നിങ്ങൾ ഒരു പൊതു വിഷയമുണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ആ സംഭവത്തിൽ സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി ഉണ്ടാകണം, ഒരു നിലപാടുണ്ടാകണം. ആ നിലപാട് എന്താണ് എന്നത് ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടാകും. ആ ജനത്തിൻ്റെ ചോദ്യമാണ് മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും അതിന് മറുപടി നൽകുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഒരു സംസ്ഥാനം ഭരിക്കുന്ന നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തനിക്ക് തൻ്റേതായ സമയത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മറുപടി വി.ഡി. സതീശൻ നൽകുമ്പോൾ തീർച്ചയായും അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഞാൻ പറയും. രണ്ടാമത്തെ വിഷയം, ഇന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കുന്നുണ്ട്, വ്യവസായിയിൽ നിന്ന് പണം ഞങ്ങളും വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളും വാങ്ങാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങാറുണ്ട്, അതിൽ വലിയ തെറ്റൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതായത് CMRL എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്ന എക്സാലോജിക്കുമായി ഇടപാട്, അത് റെയ്ഡായി പിണറായി വിജയൻ്റെ വസതിയിലേക്ക് എത്തുന്നു. അത് വലിയ വിവാദമായി കത്തി നിൽക്കുമ്പോൾ ആ വിവാദ വ്യവസായിയിൽ നിന്ന് എല്ലാവരും പണം വാങ്ങിയിട്ടുണ്ട്, അത് കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട്, കോൺഗ്രസിലെ നേതാക്കളും വാങ്ങിയിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. 2012 മാർച്ച് മാസത്തിലാണ് UPA സർക്കാർ, രണ്ടാം UPA സർക്കാർ ഈ CMRLന് കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകുന്നത്. വിവിധ ബ്ലോക്കുകളിലായി കരിമണൽ ഖനനത്തിന് ടെൻഡർ ഇല്ലാതെ ആദ്യം വരുന്ന ആൾക്ക് ആദ്യം എന്ന നിലയ്ക്ക് ഈ CMRLന് കരാർ നൽകുന്നത് ഈ 2012 UPA സർക്കാരാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണല്ലോ കരിമണൽ ഖനനവുമായി ഈ CMRLനൊക്കെ മുന്നോട്ട് പോകേണ്ടി വന്നത്. ഏതായാലും പണം വാങ്ങിയത് സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം. അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് യാതൊരു വിമർശനവുമില്ല. വന്ദേമാതരം ഇന്ന് 2 മറ്റേ വിവാദ ഭാഗങ്ങളൊന്നും തന്നെ ആലപിച്ചിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതെ, ഇത് നിയമസഭാ ചരിത്രത്തിൽ. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനവുമില്ല എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഫെഡറൽ തത്വങ്ങൾ, ഫെഡറൽ ആശയങ്ങൾ തകർക്കുന്ന സർക്കാർ എന്ന് എല്ലായിടത്തും കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നിൽക്കുമ്പോൾ, ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ, സംസ്ഥാനത്തിൻ്റെ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ആദ്യ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നതാണ്. അവിടെ ഗവർണറെ പിണക്കേണ്ടതില്ല എന്നൊരു തന്ത്രപരമായ സമീപനം വി.ഡി. സതീശൻ സ്വീകരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, സംസ്ഥാനം എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് അറിയാത്ത ആളല്ല വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ മുന്നോട്ട് വയ്ക്കാൻ ഈ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ളവ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കും എന്നൊക്കെയുള്ള സൂചന വി.ഡി. സതീശൻ നൽകുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ അപ്പോഴും രാഷ്ട്രീയം വിട്ടുപോകാതെ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വി.ഡി. സതീശൻ ശ്രമിക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. ഏതായാലും വി.ഡി. സതീശൻ്റെ സമീപനത്തിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ഒന്നുകൂടി പറയട്ടെ, ഇന്ന് വി.ഡി. സതീശനെ വിമർശിച്ച ഒരു സ്കൂൾ അധ്യാപകനെ, ഒരു പ്രിൻസിപ്പളിനെ, സർക്കാർ സ്കൂൾ പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിരമിക്കാൻ വെറും 2 ദിവസം മാത്രം ബാക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ,
മുഖ്യമന്ത്രിയുടെ ലൈൻ വ്യക്തമായോ എന്നതാണ് ചോദ്യം. സ്മൃതി, ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം തൊട്ട് തുടങ്ങിയാണെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട്, അതായത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന് പ്രതിനിധിയായി വരുന്ന ഗവർണറെ കൊണ്ട് നെഹ്റുവിനെ കോട്ട് ചെയ്തുകൊണ്ടൊരു നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങാൻ കഴിഞ്ഞു എന്നത് തന്നെ രാഷ്ട്രീയമായിട്ടൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പേർത്തും എല്ലാ പ്രസംഗങ്ങളിലും മോദി അടക്കം എല്ലാ BJP നേതാക്കളും നെഹ്റുവിനെ കുറ്റം പറയാൻ, നെഹ്റു ഈ രാജ്യത്തെ ഇല്ലാതാക്കിയെന്ന് പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ നെഹ്റുവിനെ കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയമായ മറുപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി നയപ്രഖ്യാപനവുമായി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ നവയുഗ യാത്രയിൽ പറഞ്ഞ ഉറപ്പുകളുടെ പ്രഖ്യാപനം കൂടിയാണ് അതിലുണ്ടായിട്ടുള്ളത്. അതിൽ പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്തവാവധി എന്ന, അതും കൂടുതൽ ചർച്ചകൾക്കൊക്കെ വഴിവെക്കാവുന്ന ഒരു കാര്യമായിരിക്കാം. അതടക്കമുള്ള കാര്യങ്ങൾ, അത് വളരെ പ്രോഗ്രസീവായതും സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്നതുമായ ചില തീരുമാനങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ആ പ്രഖ്യാപനങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇനി വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികളും പാടണമെന്നാണ് ഗവർണർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായിട്ടില്ല. ആദ്യത്തെ 2 സ്റ്റാൻസ അതാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വേണമെന്നുള്ള നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നുണ്ടായിരുന്നത്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഗവർണർക്ക് അത് മുഴുവൻ പാടാത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തയും നമ്മൾ കാണുന്നു. അതോട് BJP എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും കാണുന്നു. പക്ഷേ അതിലൊരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ഇനി ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസം അദ്ദേഹം മൗനത്തിലാണെന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ മൗനം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പിന്നീട് പറയാം എന്നെങ്കിലും ഒരു വരി പറഞ്ഞിരുന്നെങ്കിൽ ഈ തരത്തിൽ വിമർശിക്കപ്പെടുമായിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പഠിക്കാനെടുത്ത സമയമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വിശദീകരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന മാധ്യമങ്ങളോട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെല്ലാം മൈക്ക് നീട്ടിപ്പോകേണ്ടതില്ല. പറയാനുള്ള കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറയും. അതല്ലാതെയുള്ള വാർത്താ സമ്മേളനങ്ങളും മുഖ്യമന്ത്രി നടത്താറുണ്ട്. അതിൽ വിശദമായി തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്നാണ് ആ വാചകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് മൈക്ക് കൊണ്ടുപോയപ്പോൾ മൈക്ക് കുത്തി എന്നുകൂടി, മുഖത്ത് കുത്തി എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ മൈക്ക് മുന്നോട്ട് വരുമ്പോൾ ഈ മൈക്കിനെ മാധ്യമപ്രവർത്തകരുടെ ആയുധം, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലെ റിപ്പോർട്ടർമാരുടെ ആയുധമായ മൈക്കിനെ കോലെന്ന് വിശേഷിപ്പിച്ചത് ഏത് രാഷ്ട്രീയ നേതാവാണെന്ന് പരിശോധിച്ചാൽ മതി. കോല് കൊണ്ട് കുത്താൻ വരുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചത് ആരാണെന്നൊന്ന് പരിശോധിച്ചാൽ മതി. അതൊരൊറ്റ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇ ഡിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങൾ കാണുമ്പോൾ ഇന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇ ഡി തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഇ ഡി, ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇ ഡി വന്നു, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പിണറായി വിജയൻ അത് പറയുമ്പോൾ ഇന്നാണോ അത് പാർട്ടി നേതാക്കൾ അറിയുന്നത്? അപ്പോൾ എന്തിനായിരുന്നു പിണറായി വിജയന്റെ വീടിന് മുന്നിലേക്ക് ഈ കണ്ട അക്രമാസക്തമായ പ്രതിഷേധമുണ്ടായത് എന്നുള്ളതാണ്. ആ അക്രമാസക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. അതിനുശേഷം ഇന്ന് പോലും CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇന്ന് ഇപ്പോൾ സുനിൽ പറഞ്ഞ ഒരു കാര്യം, സുനിലിന്റെ ഒരു താരതമ്യം എനിക്ക് അത്ഭുതമുണ്ടാക്കി. പിണറായി വിജയനെ മോദിയുമായി താരതമ്യം ചെയ്തത് ഏത് രൂപത്തിലാണെന്ന് എനിക്കറിയില്ല. തുടക്കം മുതൽ അങ്ങനെ ഒരു ശ്രമങ്ങൾ പല ഘട്ടത്തിലായി, പലരുടെ പ്രതികരണത്തിലും ക്ഷമിക്കണം, ഇവിടെ VD സതീശനെ, അത് ഏത് തരത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോദിയുമായുള്ള താരതമ്യം ഏത് തരത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്? മോദി ഇന്ന് വരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ അല്ല, അങ്ങ് പറഞ്ഞത് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ താരതമ്യം ചെയ്തതേയല്ല. അങ്ങ് പറഞ്ഞു മോദി എന്നും പറഞ്ഞു. മോദി VD സതീശനെ പോലെ എന്നാണ് പറഞ്ഞത്. മോദി സംസാരിക്കാറില്ലാത്ത പോലെയാണ് VD സതീശൻ. അല്ല, അല്ല ഘട്ടമേ, പക്ഷെ അങ്ങ് പറയേണ്ട, മോദി അവിടെ പറയേണ്ട കാര്യമേ ഇല്ലായിരുന്നല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. മോദി വാർത്താ സമ്മേളനമേ നടത്തിയിട്ടില്ല, മാധ്യമങ്ങൾക്ക് മുന്നിലേ വന്നിട്ടില്ല. അദ്ദേഹം ഈ പറയുന്ന റേഡിയോയുടെ അദ്ദേഹം പറയാനുള്ള കാര്യം പറയുന്നു. അദ്ദേഹം നല്ല ഒറേറ്ററാണ്, നന്നായി പ്രസംഗിക്കും. മോദി അങ്ങനെ ചുരുക്കി കാണണം. മോദി നന്നായി രാഷ്ട്രീയ പ്രസംഗം നടത്തും. പക്ഷേ ഒരൊറ്റ ചോദ്യത്തിൽ പല ഘട്ടത്തിലും ആ താരതമ്യങ്ങൾ ഞാൻ കാണുന്നു. അത് പല ഘട്ടത്തിലും അത് അത്ര നിഷ്കളങ്കമായി ഞാൻ കാണുന്നില്ല. അതും കൂടെ പറയട്ടെ, മോദിയുമായുള്ള ഈ നിഷ്കളങ്കമായി കാണുന്നത് പല ഘട്ടത്തിലായി വരുന്നുണ്ട്. ഇനി മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, മാധ്യമങ്ങൾ അന്ന് മൈക്കെടുത്ത് ചോദിക്കുമ്പോൾ ചിലർക്ക് ആ ക്വസ്റ്റ്യൻ പോലും ഫ്രെയിം ചെയ്യാൻ പറ്റുന്നില്ല. മോദിയും ദാമോദർ മേനോനും, അങ്ങനെയല്ലേ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്, ദാമോദരൻ മേനോനും തമ്മിലുള്ള താരതമ്യം എന്ന രൂപത്തിൽ വരെ ഒരു അല്ല സതീശനും ചോദിച്ചില്ല, ദാമോദര മേനോൻ എന്നാ പറയുന്നത്. അത് ഒരു അച്ഛനെ പറയുമ്പോൾ ഒരു മകനെ വേണമെങ്കിൽ രോഷം കൊള്ളാം, അങ്ങനെ അദ്ദേഹം പ്രതികരിച്ചില്ല, അദ്ദേഹം മിണ്ടാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്? എപ്പോൾ മുതലാണ് നന്നായി വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്? പിണറായി വിജയൻ കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനം നല്ല രൂപത്തിലായിരുന്നു. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനുശേഷം എങ്ങനെയായിരുന്നു? ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ്? വാർത്താ സമ്മേളനത്തിലെ സമയം എത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത്? അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇവൈഡ് ചെയ്തത്? ഇതൊക്കെ നമ്മൾ ഈ കാലം കൊണ്ട് കണ്ടതാണല്ലോ. അത് രണ്ടാമത്തെ കാര്യം, VD സതീശനെ വിമർശിച്ചതിൻ്റെ പേരല്ല കേട്ടോ ഒരു അധ്യാപകനെതിരെ നടപടിയെടുത്ത്. ആ വിമർശനം എന്താണെന്ന് അങ്ങേക്ക് ഞാൻ അയച്ചു തരാം. ഒരു മുഖ്യമന്ത്രി എന്നല്ല, ഇപ്പം നമ്മൾ മാധ്യമപ്രവർത്തകരെയായാലും മുഖ്യമന്ത്രിയുടെ മുഖം വെച്ച് താഴേക്കൊരു നഗ്ന ശരീരം വെച്ച് അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ശരി, എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യം അതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കളവാണ്.
മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് കളവാണ്. ഒരു മിനിറ്റ് ഞാൻ KSRTC-യിലെ ജീവനക്കാരന്റെ ആണ് നഗ്നചിത്രത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് എന്താ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ? അധ്യാപകന്റെ പേര് അധ്യാപകനെ കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി KSRTC ഡ്രൈവറുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റൊരു കാര്യമാണ് KSRTC ജീവനക്കാരുടെ കാര്യമാണ് ഞാൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യമായിരിക്കും പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരു മിനിറ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. ആ പോസ്റ്റ് എനിക്കറിയാം. ആ പോസ്റ്റ് ഞാൻ കണ്ടു. ജാവേദ് എന്ന് പറയുന്ന അധ്യാപകന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക നില മോശമാകുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണ് ആശാ വർക്കർമാർക്ക് 3000 രൂപ കൊടുക്കുന്നത്, ക്ഷമിക്കണം, VD സതീശൻ കൊടുക്കുന്നത്, അതേപോലെ കേൾക്കൂ, അതേപോലെ എങ്ങനെയാണ് 1050 കോടി രൂപ പെൻഷന് വേണ്ടിയിട്ട് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞ് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇതിൽ VD സതീശൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ KSRTC ജീവനക്കാരൻ നടത്തിയ ഇട്ട പോസ്റ്റ് ഷെയർ ചെയ്തതാണ്. അദ്ദേഹം അത് മനസ്സിലാക്കട്ടെ, അതിൽ നടപടി എടുക്കരുതെന്ന് പറയണം. ഇങ്ങനെയാണെങ്കിൽ അത് പറയേണ്ടതാണ്. പക്ഷേ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ചിത്രത്തെ കുറിച്ച് ആരെങ്കിലും ഇതുവരെ പറഞ്ഞില്ല. ചിത്രം ഒരു മിനിറ്റ് സസ്പെൻഡ് ചെയ്തതായിട്ട് ഈ KSRTC ജീവനക്കാരുടെ കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ച്. KSRTC ജീവനക്കാരല്ല, നിങ്ങൾ എല്ലാവരും കൂടി പറയല്ലേ. ഞാനൊന്ന് പൂർത്തിയാക്കോട്ടെ. എനിക്ക് പറയാനുള്ള ഞാൻ പൂർത്തിയാക്കോട്ടെ. എന്നെ സമയം കഴിയാണോ? ഞാൻ പൂർത്തിയാക്കട്ടെ. അല്ല, അത് പറഞ്ഞല്ലോ, ഒരു തവണ 4 പ്രാവശ്യം പറയേണ്ട വസ്തുത. അപ്പോൾ KSRTC ജീവനക്കാരൻ നടത്തിയിരിക്കുന്ന ആ ചിത്രം, ഇതുപോലുള്ള ചിത്രങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെയും വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെയും പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിലല്ല എങ്കിൽ മറ്റൊരു രൂപത്തിൽ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തുന്ന ഇത്തരം അശ്ലീല നടപടികൾക്കെതിരെയും നടപടിയെടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി. അതിനും വേഗം വേണമെന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രിൻസിപ്പളിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എങ്കിൽ അതും അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. ഈ തരത്തിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് പരിശോധിക്കണം. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുമായി ഒരു താരതമ്യമില്ലാത്ത പോസ്റ്റ് ആണെങ്കിൽ, ഒരു രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അതിനെ രാഷ്ട്രീയ വിമർശനമായി കണ്ടുകൊണ്ട് അത് നടപടിയെടുക്കണമെന്ന് കൂടി ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നത് വളരെ വ്യക്തമാവുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ഈ 2 ദിവസം മിണ്ടാതിരുന്ന വിമർശനം ഇന്ന് എനിക്കില്ല. അദ്ദേഹം വിശദമായി മറുപടി നൽകിയിരിക്കുന്നു. ED ഇവിടെ വരുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ED ഈ കേസുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. 4 വർഷം വൈകി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വളരെ സട്ടിലായി പറയുന്നുമുണ്ട്. CM ലൈൻ വ്യക്തമോ എന്നാണ് ചോദ്യം. മധു, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലും എങ്ങനെയാണ് മാധ്യമങ്ങളോടും വിവാദങ്ങളോടും വിഷയങ്ങളോടും പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിലും VD സതീശന്റെ ലൈൻ എന്താണ് എന്ന് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഡിബേറ്റബിൾ ആണ്. സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രീയത്തെ, നമ്മുടെ സർക്കാരിനെ നയിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആ ലൈൻ പിടിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വിയോജിപ്പുകളുണ്ടെങ്കിൽ അതും അനുകൂല സ്വഭാവമുണ്ടെങ്കിൽ, അഭിപ്രായമുണ്ടെങ്കിൽ അതും വ്യക്തമാക്കാവുന്നതുമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈൻ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലായത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2-3 കാര്യങ്ങളിൽ നയം വ്യക്തമാക്കുകയാണ്. ഒന്ന്, ED-യുമായി ബന്ധപ്പെട്ട്, ഈ ED പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇന്ന് VD സതീശൻ നിലപാട് വ്യക്തമാക്കുന്നതിനൊപ്പം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നയം വ്യക്തമാക്കിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ 2 രാഷ്ട്രീയ വ്യക്തതയും നമുക്ക് വന്ന ഒരു ദിവസമാണിത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് ചോദ്യങ്ങളുണ്ടായത് വീണയോടാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയും, ഇതിന് ED-യുടെ ഒരു അന്വേഷണം ഉണ്ടാകുന്നു. അത് വേണമെന്നോ വേണ്ടെന്നോ പറയാനോ, ഇങ്ങനെ വേണം ഈ അന്വേഷണം എന്ന് പറയാനോ അധികാരമുള്ള ഒന്നാണ് കേരളത്തിലെ സർക്കാർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്ന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകർ പറഞ്ഞതായി ഞാൻ കേട്ടില്ല. അങ്ങനെയല്ല എന്നുള്ള നമ്മുടെയൊക്കെ ബോധ്യം എന്നും വിചാരിക്കുന്നു. അപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉണ്ടായില്ല, വീണയോടാണ് ചോദ്യങ്ങൾ ഉണ്ടായത് എന്ന്. വീണയോട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ED ഇപ്പോൾ കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ്. ആ ചോദ്യങ്ങളിൽ കേരളത്തിൻ്റെ സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ചെയ്യാനില്ല എന്നുള്ളതാണ് VD സതീശൻ്റെ അതിലെ നിലപാട്. അതിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കണമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആഗ്രഹിച്ച ഒന്ന് ആദ്യത്തെ ദിവസം, അതായത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് CPM ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണത്തിന്റെ പേരിലാണ്. അത് മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിക്ക് പോവുകയും പ്രധാനമന്ത്രിയും അമിത്ഷായുമായും നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇവിടെ ED റെയ്ഡ് ഉണ്ടായത് എന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. അത് നിഷ്കളങ്കമായി കാണാനില്ല എന്ന്
പറഞ്ഞതിന്റെ പേരിലാണ്. അതിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മാധ്യമങ്ങളെ വിശദമായി കാണുന്നുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു വാക്കുകൊണ്ട് പോലും അതിന് മറുപടി പറഞ്ഞില്ല. 12 തവണ, അങ്ങ് പറഞ്ഞതുപോലെ 12 തവണയല്ല, 12 തവണ മാധ്യമങ്ങൾ ചോദിച്ചു എന്നാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം അത് കുറച്ച് കൗതുകകരമായാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യണം. അദ്ദേഹം ഫോണെടുത്ത് വിളിച്ചിട്ട് എല്ലായിടത്തും റെയ്ഡ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിടത്ത് പോരാ, അത് 12 വേണം, 12 റെയ്ഡ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു മറുപടിയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിലെ മുഖ്യമന്ത്രി അധികാരമേറ്റെടുത്തതിന് ശേഷം ദില്ലിയിൽ മുൻപ് പിണറായി വിജയൻ ഗെയിലിന്റെ അടക്കം കാര്യങ്ങൾ വലിയ വഴിത്തിരിവുണ്ടാക്കിയ സന്ദർശനം എന്നതുപോലെ തന്നെ ആദ്യമായി പ്രധാനമന്ത്രിയും കേന്ദ്ര നേതാക്കളെയും കാണാൻ പോകുന്നു, കേന്ദ്ര മന്ത്രിമാരെയും കാണാൻ പോകുന്നു. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവിടുത്തെ ED റെയ്ഡിന് വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു എന്ന ആരോപണത്തെ അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരടക്കം വന്ന് പറയുന്നു, എനിക്ക് ചിരിക്കണമെന്നോ കരയണമെന്നോ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം അതിനെ ഒരു തമാശയായി കാണുന്നു. അതുകൊണ്ട് തമാശയായി മറുപടി പറഞ്ഞു. എൻ്റെ ലൈൻ ഇതായിരിക്കും എന്ന് വി.ഡി. സതീശൻ പറയുന്നു. നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്താം, നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പിണറായി വിജയനും സ്വന്തം നില വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത മുഖ്യമന്ത്രിയെ കുറിച്ച് നരേന്ദ്രമോദിയുമായുള്ള താരതമ്യം നടത്താവുന്നതാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം അത് ചിന്തിക്കാനുള്ളൊരു മാധ്യമ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോഴെങ്കിലും മൻ കി ബാത്തിനെ കുറിച്ച് ഓർമ്മ വന്നു, അതിന് വേണമെങ്കിൽ സംസ്ഥാനത്ത് ഒരു ചെറു പതിപ്പുണ്ടായെന്ന് നമുക്ക് വിമർശിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളതൊക്കെ ചിന്തിക്കണം. അങ്ങനെ പാടില്ല. നമ്മളുടെ നേതാക്കൾ അവർ മാധ്യമങ്ങളെ കാണണം, അത് എല്ലാ ദിവസവും കാണണം, ക്യാബിനറ്റ് ബ്രീഫിംഗ് വേണമെങ്കിൽ നടത്തണം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്ഥിരമായി ചോദിക്കുമ്പോൾ പറയണം, തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടായെങ്കിൽ 2-3 ദിവസത്തിനുള്ളിലെങ്കിലും എന്തുകൊണ്ടൊരു വലിയ പ്രസ്ഥാനം തോറ്റു, അതിൽ എന്താണ് എൻ്റെ ഉത്തരവാദിത്തം എന്നത് സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. അത് നല്ലതാണ്. അത് ജേർണലിസത്തിനും നല്ലതാണ്, രാഷ്ട്രീയത്തിനും നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര വിമർശനമില്ലാത്ത ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു എന്നത് അടുത്ത കാലത്ത് ആദ്യമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വസ്തുതാപരമാണ് എന്നെനിക്ക് തോന്നി. അതായത് ഈ സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരുന്ന ഒരു UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. UDFന് രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രതിരോധത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യ നയപ്രഖ്യാപനം എന്നതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടാണ്. ഇപ്പോൾ ധനമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ടു, സാമ്പത്തിക ആവശ്യങ്ങളും കടമെടുപ്പ് പരിധിയും അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവും അനുഭാവപൂർവമായ നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിലൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് അല്ല വിമർശനം ഉന്നയിക്കേണ്ടത്. അതിൽ വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ്. അതിൽ വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടും കേന്ദ്രത്തോട് വിമർശനമില്ലാതെയാണ് അടുത്ത നയപ്രഖ്യാപനം വരുന്നതെങ്കിൽ നമുക്ക് ചോദിക്കുകയുമാകാമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കാര്യത്തിൽ കൂടി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, സത്യപ്രതിജ്ഞാ സമയത്ത് വന്ദേമാതരം മുഴുവനായി ആലപിക്കപ്പെട്ടതിന് പേരിൽ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതുണ്ടായതിന്റെ പേരിൽ ജാഗ്രത വേണമെന്ന് പറഞ്ഞവരാണ് നമ്മളെല്ലാവരും. അതിനുശേഷം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഴുവനുമായും ആലപിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ ഇൻഫോംഡ് ആയിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളടക്കം പറഞ്ഞു, മിനിറ്റുകൾ വെച്ചുള്ള ഈ പറയുന്ന ഒരു ടൈം ഷെഡ്യൂൾ കിട്ടിയിട്ടുണ്ടായിരിക്കും, അത് അനുമാനിക്കണമായിരുന്നു. ശരി, അനുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് വിമർശനമായി ഉന്നയിക്കാം. പക്ഷേ ഇത്തവണ അതുണ്ടായില്ല. ലോക് ഭവൻ അതിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആവർത്തിക്കരുത് എന്ന് തിട്ടൂരം പുറപ്പെടുവിച്ചിട്ടുണ്ട് സ്പീക്കർ അതിൽ എന്ത് നിലപാടെടുക്കും, സംസ്ഥാനം അതിൽ എന്ത് നിലപാടെടുക്കും എന്നത് സംബന്ധിച്ച് നമുക്കറിയാം. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതിൽ നിലപാടുണ്ട്. ആ നിലപാടനുസരിച്ചാണ് ഇന്ന് ഈ തർക്കമുള്ള ഭാഗങ്ങൾ വായിക്കാതിരുന്നത് എന്നുള്ളത്. ഇനി ആദ്യമായിട്ടാണ് നിയമസഭയിൽ അത് ആലപിക്കപ്പെടുന്നത് എന്നതൊരു കൗതുകമാണ്, ശരിയാണ്, അത് ഒരു വസ്തുതയുമാണ്. പക്ഷെ അതിലിപ്പോൾ ഡയറക്ഷൻ ഉണ്ട്. അത് നിർബന്ധ ഉള്ള കാര്യമല്ല എന്ന് പറയുന്നു. ഗവർണർ അത് നിഷ്കർഷിച്ചു. അതിൽ വിവാദപരമായ ഇപ്പം സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് PM മുഹമ്മദ് റിയാസ് അടക്കം ഉന്നയിച്ചത് മുഴുവനും ആലപിച്ചതിൽ വിവാദം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ മുഴുവനും ആലപിക്കാത്ത ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസ് പാർട്ടിയുടെയും സർക്കാരിന്റെയും നിലപാടാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ തരത്തിൽ നയം വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CM ലൈൻ വ്യക്തമായോ എന്നാണ് ചോദ്യം. CM ലൈൻ വ്യക്തമായി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് മുഖ്യമന്ത്രിയുടെ ലൈൻ? നമ്മൾ അർത്ഥഫാസിസത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു വാചകമുണ്ട്. അത് ഇങ്ങനെയാണ്: അശ്വത്ഥമാഹത കുഞ്ചര എന്നതാണ് ഈ അർത്ഥഫാസിസത്തിൻ്റെ ഒരു ലൈൻ. അർത്ഥസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന കമ്മ്യൂണിക്കേഷൻ കൗശലം. ഇന്നത് വളരെ വ്യക്തമായി കണ്ടൊരു വാർത്താ സമ്മേളനമാണ് മുഖ്യമന്ത്രി V.D. സതീശൻ്റെ. 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. V.D. സതീശനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിമർശനത്തെ, ഒരു രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ച ആറ്റിങ്ങലിലുള്ള ഹൈസ്കൂളിലെ ബോയ്സ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ജവാദ് സുബൈറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ്
അത് KSRTCയിൽ ഒരു ജീവനക്കാരനിട്ട അശ്ലീല പോസ്റ്റുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ജവാദ് എന്ന പ്രിൻസിപ്പൽ ഇട്ട പോസ്റ്റ് എന്നറിയുമോ? പൂച്ചപ്പെറ്റി കിടക്കുന്ന ഖജനാവ് കൊണ്ട് സതീശൻ മേനോൻ സാർ 2 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ചത് പെൻഷൻകാർക്ക് 1075 കോടി, ആശാ വർക്കർമാർക്ക് 3000 രൂപ കൂട്ടി എന്നുള്ളതാണ് വിമർശനം. എന്നിട്ട് VD സതീശൻ ഈ ഖജനാവിന് മുകളിൽ കിടക്കുന്നത് പോലെ ഒരു പ്രതീകാത്മക ചിത്രവും വെച്ചു. അത് നഗ്നചിത്രമല്ല, അത് അശ്ലീല ചിത്രമല്ല. നിലവിൽ നമ്മളുടെ മാനുവൽ അനുസരിച്ചും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സർവീസ് ചട്ടം അനുസരിച്ചും ഇങ്ങനെയൊരു പോസ്റ്റ് ഇട്ടാൽ, സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായ ഒരു സർക്കാർ ജീവനക്കാരൻ പോസ്റ്റ് ഇട്ടാൽ നടപടി വരും, സ്വാഭാവികമാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഇതേപോലെ രാഷ്ട്രീയ വിമർശനം നടത്തിയ പിണറായി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയ വിമർശനം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ, ഒന്നല്ല 1 ഡസനോളം ഉദ്യോഗസ്ഥരെ പുറത്താക്കുമ്പോൾ അല്ലെങ്കിൽ അഥവാ സസ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശിക്ഷാ നടപടി വരുമ്പോൾ എന്താണെന്ന് പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞിരുന്നത് കൂടി ഓർമ്മിക്കണം. മുണ്ടെടുത്ത മോദി എന്നൊരു പ്രയോഗം വരുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആദ്യമായി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തൊരു സർക്കാർ ജീവനക്കാരനെതിരെ നടപടി വന്ന ഘട്ടത്തിലാണ്. അന്ന് ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാചകമാണ്, ഇതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ല, ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ്. ഇതേ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നെഹ്റുവിനെ പോലെ ഡോൺ സ്പെയർ മീ എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കരോട് പറഞ്ഞ നെഹ്റുവാണ് എൻ്റെ മാർഗപുരുഷൻ എന്നാണ് VD സതീശൻ പറയുന്നത്. സർ, അത്രയേ വിമർശിച്ചിട്ടുള്ളൂ, അതിനും അപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നിട്ടില്ല. പക്ഷേ എടുത്ത് സർവീസ് ചട്ടം എടുത്ത് വീശുകയാണ്. അതുമാത്രവുമല്ല, മാധ്യമപ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ KSRTC ജീവനക്കാരനിട്ടൊരു പോസ്റ്റുമായിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നു. രണ്ടും 2 പോസ്റ്റാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഒരു ചോദ്യം കൂടി, നഗ്നചിത്രം ഇട്ടാൽ ഞാൻ പ്രതികരിക്കണ്ടേ, നിങ്ങളുടേതാണെങ്കിൽ പോലും ഞാൻ പ്രതികരിക്കും എന്നുകൂടി പറഞ്ഞു പോകുന്ന കമ്മ്യൂണിക്കേഷൻ കൗശലമാണ്. അപ്പോൾ അശ്വത്ഥമാഹത കുഞ്ചര. യഥാർത്ഥത്തിൽ നഗ്നചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു നഗ്നചിത്രവുമായി ബന്ധപ്പെട്ട അശ്ലീല പോസ്റ്റ് വന്നിട്ടുണ്ട്. അത് പോസ്റ്റ് ചെയ്ത ആരാണ്? അതൊരു KSRTC ജീവനക്കാരനാണ്, നടപടി വേണം. രണ്ടാമത്തതോ ഒരു രാഷ്ട്രീയ വിമർശനമാണ്, പോസ്റ്റ് ചെയ്തത് ആരാണ്? ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അത് പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്തത്, ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അവിടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ ഐഡിയിൽ നിന്ന് വന്ന ഒരു പോസ്റ്റാണ് ഈ അധ്യാപകൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അധ്യാപകൻ തന്നെ ഉണ്ടാക്കിയതുമല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വിമർശനമാണ്. ആ വിമർശനത്തെ ഉൾക്കൊള്ളാതെ അതും 2 ദിവസം കൂടി റിട്ടയർമെൻറ്റിന് ബാക്കി നിൽക്കുന്ന ഒരു മുതിർന്ന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ട് വളരെ കൗശലത്തോടു കൂടി ആ പോസ്റ്റിനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടൊരു ഡിഫൻസാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അശ്വത്ഥമാഹത കുഞ്ചര എന്നുള്ളത് ഒരു അർത്ഥ ഫാസിസ്റ്റ് ലക്ഷണമാണ്. ലൈൻ വളരെ വളരെ വ്യക്തമാണ്. രണ്ടാമത്തത്, മാധ്യമങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയല്ലല്ലോ VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകം ഇതാണ്, എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ എന്നാണ്. ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യ മറുപടി, ഞാൻ എപ്പോൾ പ്രതികരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നാണ്. അതേ സാർ, ഇത് ആദ്യമേ പറഞ്ഞാൽ മതി. പിന്നീട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലൗട്ട്? ഞാനൊരു നെഹ്റുവിയനായ, ഞാൻ എല്ലാ വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരാളാണ് എന്നൊരു ധാരണയുണ്ടാവുകയും ചോദ്യത്തിൽ നിന്ന് 12 തവണ ഒളിഞ്ഞു നടക്കുകയും ചെയ്തത്. ഇനി അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. 12 തവണയും മാധ്യമപ്രവർത്തകർക്ക് ഉത്തരം നൽകാത്തത് ഞാനത് പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. പഠിച്ചിട്ട് വന്ന അദ്ദേഹം എന്താ ഇന്ന് പറയാൻ ശ്രമിച്ചത്? ഒരു കാര്യം കൂടി ചേർത്ത്, അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയോട് സുരേഷ് ഗോപിയുടെ ഒരു മറുപടിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അമ്മയിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മയിൽ നിന്ന് ചോദിക്കണം, കല്യാണത്തിന് വരുമ്പോൾ കല്യാണത്തെക്കുറിച്ച് ചോദിക്കണം എന്ന മട്ടിലാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് എന്താ പറഞ്ഞത്? ഇന്ന് വളരെ സട്ടിലായിട്ട് പറഞ്ഞു പോയത്, ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ശശിധരൻ കർത്തയിൽ നിന്ന് പണമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്ന് സട്ടിലായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷേ മറ്റതങ്ങനല്ല ആ കേസ്. ED അന്വേഷിക്കുന്ന വീണ ടിയുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിൻ്റെ കേസും ഈ രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങി എന്ന് പറയുന്ന കേസും രണ്ടും രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വസ്തുതാപരമായി എന്താണ് യഥാർത്ഥത്തിലുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാമല്ലോ, ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ കണക്കനുസരിച്ച് 73 കോടി രൂപ 38 ലക്ഷം രൂപയാണ് വ്യാജമായിട്ട് ഈ CMRL കമ്പനി പെരുപ്പിച്ച് കാണിച്ചത്. അതായത് ഈ 73 കോടി 38 ലക്ഷം രൂപയുടെ ചിലവ് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ് അംഗീകരിച്ചിട്ടില്ല. പകരം എന്ത് ചെയ്തു? പിഴ വിധിച്ചു, അത് സെറ്റിൽ ചെയ്തു. എന്താ ഈ കേസിൻ്റെ മൊത്തത്തിലുള്ള കാര്യം? ഒന്ന്, ടാക്സ് വെട്ടിച്ചു എന്നുള്ളതാണ്. ആര് ടാക്സ് വെട്ടിച്ചു? CMRL ടാക്സ് വെട്ടിച്ചു. രണ്ടാമത്തത്, ഒരു സീരിയസ് ഫ്രോഡ്, കമ്പനി ഫ്രോഡ് ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ED എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലില്ല. ഇനി ഈ സീരിയസ് ഫ്രോഡ് നടന്നത് വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. 2 കമ്പനികളുടെ ഇടപാടിൽ ഒരു കമ്പനിക്ക് സേവനം കൊടുക്കാതെ പണം കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ്. അത് ആ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കി. അത് കമ്പനി ഫ്രോഡിൻ്റെ പരിധിയിൽ അന്വേഷിക്കേണ്ട ROCO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനോ അന്വേഷിക്കേണ്ട ഒരു വിഷയം. അത് അവിടെ നിൽക്കട്ടെ. അത് വീണ തൈക്കണ്ടി SFIക്ക് മറുപടി പറയട്ടെ. ED അന്വേഷിക്കേണ്ട വിഷയം എന്താണ് യഥാർത്ഥത്തിൽ? അതാണ് ഇവിടെ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടു പോയത്. ED അന്വേഷിക്കേണ്ട വിഷയം ഈ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡ് പിഴയിട്ട 73 കോടി 38 ലക്ഷം രൂപയും അതിനോടൊപ്പം 30% കൂടി പിഴയും കൂടി ചേർത്തുള്ള പണം CMRL അടച്ചിട്ടുണ്ട്.
എന്താണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യമാകാതെ പോയത്? ഈ 73,38,00,000 രൂപ കമ്പനിയുടെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടി ചെലവഴിച്ച തുകയാണ്. അത് ആർക്കൊക്കെയാണ് ആ പണം കൊടുത്തിരിക്കുന്നത്? അതിൽ വീണ തൈക്കണ്ടി ഇല്ല. വീണ തൈക്കണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് AMC പ്രകാരമാണ്. അത് ബിസിനസ് പ്രൊമോഷൻ അല്ല. ബിസിനസ് പ്രൊമോഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന 73,38,00,000 രൂപ കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണ്? പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പോലീസ്, മീഡിയ, ടെമ്പിൾ. അപ്പോൾ ഈ പണം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ബാങ്ക് വഴിയാണോ? അല്ല. അത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്യാഷിൽ കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ക്യാഷിൽ കൊടുത്തത്? 20,000 രൂപയിൽ അപ്പുറം ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കാൻ പാടില്ലാത്ത ഘട്ടത്തിൽ ക്യാഷായിട്ട് കോടിക്കണക്കിന് രൂപ, 40 കോടിയോളം രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നു. അവരുടെ ചുരുക്കപ്പേര് വരുന്നു. അതിൽ 3 പേർ ഈ VD സതീശൻ മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. ഇതാണ് സാർ ചോദ്യം. അപ്പോൾ ED വരേണ്ടത് സീരീസ് ഫ്രോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അഥവാ കമ്പനി ഫ്രോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ? അതല്ല. പണം ക്യാഷായിട്ട് തന്നെ കൈമാറി ഈ 73 കോടി രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടം വരുത്തി വെച്ച് ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആരോപണം നിലനിൽക്കേണ്ട കേസിലാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത് മറന്നുകൊണ്ടാണ് VD സതീശൻ പറയുന്നത് അത് മറ്റൊരു കേസാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഇത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ ഒരു കാര്യം കൂടി. എന്തുകൊണ്ടാണ് VD സതീശനെ സംശയിച്ചത് പ്രതിപക്ഷം? സംശയിക്കാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായത്? 3 ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്നില്ല, ഞങ്ങളെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. 2022 ജൂലൈയിൽ മലപ്പുറത്ത് വെച്ച്, 2024 മറ്റൊരു പ്രസംഗത്തിലും ഇതേ ആവശ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ട് ED കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കയറുന്നില്ല, അഥവാ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചത് VD സതീശൻ സാർ അങ്ങയുടെ നേതാവാണ്. സ്വാഭാവികമായും ED വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവിൽ നിന്നല്ലേ സ്വാഭാവികമായത് വരൂ. എന്നെ മാത്രം വേട്ടയാടുന്നു, നിങ്ങളെ വേട്ടയാടാത്തത് കോംപ്രമൈസ് ആണെന്ന് പറയുന്ന പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നാണ് പ്രതിപക്ഷം ആ ചോദ്യം ചോദിക്കുന്നത്. അതിന് പുച്ഛിച്ച് പരിഹസിക്കുകയല്ല വേണ്ടത്. അതിന് മറുപടി അങ്ങ് ഞങ്ങൾക്ക് മാത്രം നൽകിയാൽ പോരാ, അങ്ങയുടെ ഉണ്ടായിരുന്ന, അങ്ങയുടെ പാർട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അരവിന്ദ് കെജ്രിവാളിന് മറുപടി കൊടുക്കണം. ഇത് ആദ്യം ഉന്നയിക്കുന്നത് CPM അല്ല, ആദ്യം ഉന്നയിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ. മറ്റൊരു നേതാവ് സ്റ്റാലിനാണ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ഇപ്പോഴും സ്റ്റാലിൻ അതേ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നത് ഒരു അർത്ഥ ഫാസിസ്റ്റ് ലൈനാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അപ്പോൾ CMന്റെ ലൈൻ വ്യക്തമായോ എന്ന ചോദ്യത്തിന് അശ്വത്ഥാമ ഹതകുഞ്ചര എന്ന അർത്ഥ ഫാസിസ്റ്റ് ലൈൻ വളരെ വ്യക്തമായി എന്നാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം അത് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് രാഷ്ട്രീയം വേണ്ട എന്നാണ് സാർ. നയപ്രഖ്യാപന പ്രസംഗം കേരളം ഒരു വികസന രേഖ മാത്രമല്ല, എല്ലാ കാലത്തും അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് ആർജവത്തോടു കൂടി ചെയ്തിട്ടുണ്ട് കേരളത്തിൽ 10 വർഷവും പിണറായി സർക്കാർ. അത് ഒരു സർക്കാർ തുടർച്ചയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ്. ആ നിലപാട് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു. ഒരു കാര്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങ് തന്നെ മുഖ്യമന്ത്രിയോടും നിർമ്മലാ സീതാരാമനോടും ആവശ്യപ്പെട്ടിരിക്കുന്ന നാഷണൽ ഹൈവേക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്ന 5000 കോടി രൂപയെങ്കിലും കടത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടതെങ്കിലും ഈ നയ പ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ ഉണ്ടായില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ചിലരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നു പോകുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് CM ലൈൻ വ്യക്തമായോ എന്ന ചോദ്യത്തിന് വ്യക്തമായി. ആ ലൈൻ ഒരു അർത്ഥ ഫാസിസ്റ്റ് ലൈനാണ്. മുഖ്യമന്ത്രിയുടെ ലൈൻ വ്യക്തമോ എന്നാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്. എല്ലാ ലൈനും വ്യക്തമാകുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വളരെ നിഷ്കളങ്കമായി ഇതിനെ കാണാനേ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് എപ്പോഴും തമാശ കേൾക്കേണ്ട ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രി കാണാനും ആഗ്രഹിക്കുന്നില്ല. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമായി പ്രധാനമന്ത്രിനെ കാണാൻ പോകുന്നു. അവിടുന്ന് പറഞ്ഞു നിങ്ങൾ വീണ വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തൂ, അവിടെ അതുമാത്രം പോരാ 12 സ്ഥലത്ത് റെയ്ഡ് നടത്തൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നടത്തി എന്നുള്ള രീതിയിൽ സർക്കാസ്റ്റിക് സ്റ്റൈലിൽ അദ്ദേഹം അത് പറഞ്ഞു. അത് വേണ്ട. ഞാൻ ചോദിക്കുന്നത്, ആദ്യമായിട്ട് പ്രധാനമന്ത്രിനെ കാണുന്ന സമയത്ത് അതേ ദിവസം ആഭ്യന്തരമന്ത്രിയെ കാണുന്ന ദിവസം തന്നെ കേരളത്തിൽ ഒരു റെയ്ഡ് നടക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് എന്നെങ്കിലും പറയാനുള്ള ബോധ്യം കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശൻ ഉണ്ടാവണമായിരുന്നു. കാരണം എന്താണ്, അത് ഞാനുമായി കണക്ട് ചെയ്യപ്പെടും എന്ന് ബോധം എങ്കിലും ഉണ്ടാവണ്ടേ. അതുകൊണ്ടാണല്ലോ 3 ദിവസം കമാന്നൊരക്ഷരം ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടാത്തത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ 3 ദിവസമായി ഈ പറയുന്ന VD സതീശൻ്റെ അടുത്ത് എന്ന് 12 പ്രാവശ്യം ചോദിച്ചത് അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം, എനിക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യത്തിന് മറുപടി പറയും എന്ന് പറയും. ഇതാരും കേരളത്തിലെ മാധ്യമങ്ങളാരും കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് മുന്നിൽ ചെന്നത്. ഞാൻ എല്ലായിടത്തും ഓപ്പണാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് തരുന്നില്ലേ, എൻ്റെ ശൈലി ഇതാണ്. ഞാൻ എന്തെങ്കിലും സ്വകാര്യം പറയുന്നുണ്ടെങ്കിൽ ആ സ്വകാര്യം ആദ്യമായിട്ട് പറയുന്നത് ആരോടായിരിക്കും? നിങ്ങളോടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അജണ്ട മാധ്യമങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശനാണ്.
അല്ലാതെ ഇതിന് മുൻപ് ആരും കയറിയിട്ട് ഇത് പിണറായി വിജയൻ്റെ ശൈലി എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ആരെങ്കിലും ഇങ്ങനെ പോയി ചോദിച്ചിട്ടുണ്ടോ? പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ മൈക്ക് വെച്ചിട്ടുണ്ടോ? മൈക്ക് വെച്ചിട്ടില്ലല്ലോ. ഇദ്ദേഹമാണ് പറഞ്ഞത് എന്ത്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്നോട് ചോദ്യം ചോദിക്കാം, എവിടുന്ന് വേണമെങ്കിലും ഞാൻ ആൻസർ തരും, നിങ്ങളുടെ മുന്നിൽ ഞാൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് തരും എന്നൊക്കെ പറഞ്ഞത് ആരാണ്? പറഞ്ഞത് വി ഡി സതീശൻ തന്നെയാണ്. എന്നിട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് പിന്നെ എന്താണ് ആംഗ്യ ഭാഷയിൽ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചതും ആരാണ്? ആംഗ്യം കാണിച്ചതും ഈ പറഞ്ഞ വി ഡി സതീശൻ തന്നെയാണ്. ഞങ്ങൾ വാക്ക് പറഞ്ഞത് പാലിക്കാൻ വേണ്ടിയിട്ടല്ലേ സർ? നിങ്ങൾ പറഞ്ഞ വാക്കാണ് മാധ്യമങ്ങളോട് എന്ത്, നിങ്ങളോടെ ഞാൻ ആദ്യം പറയുള്ളൂ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം എന്ന് പറഞ്ഞതും നിങ്ങൾ തന്നെയാണ്. കേരളത്തിലെ മാധ്യമങ്ങളെയല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെ കളിയാക്കുകയും മാധ്യമങ്ങളെ അപഹസിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇത് 1 ദിവസമോ 2 ദിവസമോ പറ്റും. 3 ദിവസം കഴിയുമ്പോൾ ഈ കാര്യത്തിലേക്ക് അതിമാറും. കളിമാറുക എന്ന് പറയുന്നത് എന്താണ്? ഈ അപഹാസ്യം കേട്ടിട്ട് എന്നും മാധ്യമപ്രവർത്തകർ ഇരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷമായിട്ട് അവിടെ ഇരുന്നു, ചോദ്യം ചോദിച്ചിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞതാണ് അല്ലേ? ഇതുപോലെ തന്നെ വി ഡി സതീശൻ്റെ കാര്യത്തിലും പറയും. ഒരു ഡൗട്ടും ആ കാര്യത്തിനകത്ത് വേണ്ട. ഇദ്ദേഹം പറയുകയാണ്, ഞാൻ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം കാണാം, അതിനിടയ്ക്ക് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട, എന്നോട് ആദ്യം ചോദ്യം ചോദിക്കേണ്ട, ആദ്യം തന്നെ പറഞ്ഞാൽ പോരെ, ആദ്യം തന്നെ പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ 12% പുറകെ കൂടെ നടന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് മുഖത്ത് മൈക്ക് തട്ടി നിങ്ങൾ മറിഞ്ഞുകൂടെ? തട്ടുമെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാവുമല്ലോ ഇവർ മുഴുവൻ എൻ്റെ അടുത്ത് നിന്ന് എന്തോ ആഗ്രഹിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവരോട് പറയാനുള്ള മര്യാദ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ, കേരളത്തിലെ പൗരനല്ലേ, കേരളത്തിൻ്റെ വോട്ട് ചെയ്തിട്ട് ഇദ്ദേഹം കൂടെ ജയിച്ച് വന്ന ആൾക്കാരാണല്ലോ പോയിട്ട് ഈ മുട്ടുന്നത്. ഇവരുടെ ജോലി ഇതായിപ്പോയി എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയത്തും എൻ്റെ പുറകെ നടന്നോളൂ, അത് മുഴുവൻ റീലായി പുറത്തോട്ട് വന്നിട്ടെ എന്ന് ശൈലി സ്വീകരിക്കാൻ പാടുമോ? ഇവിടെ നീലക്കുയിലും പച്ചക്കുയിലും മഞ്ഞക്കുയിലും ഒക്കെയാണ് ഇപ്പോൾ റീലെടുത്ത് നടക്കുന്നത്. കാരണം അവർക്ക് ചോദ്യം ചോദിക്കാനില്ല, കാരണം അവർക്ക് വിഷ്വൽ കിട്ടിയാൽ മതി. അതിന് നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ വേണ്ടി അവരെല്ലാ വിഷ്വൽസും എടുക്കും. കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും മറ്റുള്ള എല്ലാവരെയും പുറകെ പോയി വിഷ്വൽസ് എടുക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് ആ വീഡിയോയിൽ കൂടിയാണ് അത് ജീവിക്കുന്നത് അല്ലേ? അതുപോലെ അല്ലല്ലോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. അങ്ങനെയായിട്ടോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യപ്പെടും. ഇതായിരുന്നല്ലോ കേരളത്തിലെ ഏറ്റവും ഈ പറഞ്ഞ UDFൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും വലിയ നരേറ്റീവ് എന്തായിരുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുകയാണെന്ന്. കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിൽ എന്താ കണ്ടത്? എന്നിട്ട് ഈ 3 ദിവസത്തെ ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടി പറഞ്ഞോ? അവിടെയും വന്നിരുന്നത് എന്താണ്? കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി കണ്ടതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കണ്ടതിനേക്കാൾ അതേ ദിവസം കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് വളരെ സർക്കാസത്തോട് മറുപടി പറയും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് മതി. ഇത് മുഴുവൻ റീലുകളായും മറ്റേ മുഖ്യമന്ത്രി എന്നല്ല തുടക്കകാലത്ത് കേട്ടത്. ആ രീതിയിൽ കേരളത്തിൽ മുഴുവൻ കൈകാര്യം ചെയ്ത് പോകുന്നത് അങ്ങനെയല്ലപ്പാ. കേരളത്തിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഒരു സീരിയസ് ആയ പോസ്റ്റാണ്. അതാദ്യം മനസ്സിലാക്കണ്ടേ. ഇതൊരു സീരിയസ് ആയ പോസ്റ്റാണ്. ഇതിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും കിൻഡൽ കണക്കിന് വെയിറ്റ് ഉണ്ട്. ഓരോ വാക്കുകൾക്കും നമ്മൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അതിൻ്റെ 100-1 കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഭരണ പ്രതിപക്ഷ എല്ലാ സംവിധാനത്തിനും തലപ്പത്തിരിക്കുന്ന ആൾ, ഏറ്റവും സംവിധാനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരാളുടെ ഓരോ വാക്കുകൾക്കും ഓരോ പ്രവൃത്തികൾക്കും ഓരോ ആംഗ്യങ്ങൾക്കും കിൻഡൽ വെയിറ്റ്. ആ വെയിറ്റ് മനസ്സിലാക്കേണ്ടത് ആരാ? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് ആദ്യത്തെ മന്ത്രിസഭയിൽ, പിണറായി വിജയൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിലാണ് കടക്ക് പുറത്തെന്ന് പറഞ്ഞത്. 2ാമത്തെ മന്ത്രിസഭയിലല്ല കേട്ടോ. അത് ചർച്ച ചെയ്ത് എത്ര വർഷം? 8.5 വർഷമാണ് കേരളം ചർച്ച ചെയ്തത്. 8.5 വർഷം ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആ വെയിറ്റ് ഉള്ളത് കൊണ്ടാണ് 8.5 വർഷം ചർച്ച ചെയ്തത്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ തോമസിനെ അടിച്ചല്ലോ ആലപ്പുഴ ഇട്ടിട്ട് രക്ഷാപ്രവർത്തനം 2.5 വർഷം നടന്നതാണ്. 2.5 വർഷം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തില്ലേ? എന്തുകൊണ്ടാ? ഒറ്റ വാക്കുകൊണ്ടാണ്. രക്ഷാപ്രവർത്തനം എന്നുള്ള ഒറ്റ വാക്ക്. അല്ല ആയിക്കോട്ടെ, അടിയുണ്ട്. അല്ല ഇത് വീട്ടിൽ പോയി ചോദിച്ചു അതുപോലെ തന്നെയാണ്. ഇതെന്താണ്? ഇത് കേരളത്തിന് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. നിങ്ങൾ പ്രതിപക്ഷ നേതാവാകുമ്പോൾ ആ വെയിറ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. നിങ്ങൾ വാർത്താ സമ്മേളനം പറയട്ടെ. എന്തിനാണ് ചൂടാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്താണ് ഇത് പറയുമ്പോൾ എല്ലാ സർക്കാസികത്തോടുകൂടി, എല്ലാ ചിരിയോടുകൂടി, എല്ലാ കളികളോടുകൂടി ഞാൻ ഇരുന്ന് തരില്ല എന്ന് പറയുന്നതല്ല. ചോദ്യത്തിന് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറയുക. മനസ്സിലായോ? അതിന് തിരിച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അങ്ങോട്ട് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഞങ്ങളാണ് കണ്ടെത്തേണ്ടത്, മാധ്യമപ്രവർത്തകരാണ് കണ്ടെത്തേണ്ടത്. അല്ല, ചോദ്യത്തിന് ക്ലാരിറ്റിയോട് മറുപടിയാണ് പറയേണ്ടത്. നിങ്ങളിങ്ങനെ ഈ കേന്ദ്ര ഏജൻസിയുടെ മേലിൽ എനിക്ക് എന്താ അധികാരമുള്ളതെന്ന് ചോദിക്കുന്ന സമയത്ത് കേന്ദ്ര ഏജൻസിൻ്റെ മേലെ അധികാരം ഇല്ലാഞ്ഞിട്ടാണോ ഈ പറഞ്ഞ സോണിയാഗാന്ധിനെയും രാഹുൽ ഗാന്ധിനെയും ചോദ്യം ചെയ്ത സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ UDF ഇന്ത്യ മുന്നണി ശക്തമായ പ്രകടനം നടത്തിയത്?
അങ്ങനെയാണോ? ഈ പറയുന്ന DK ശിവകുമാർ അറസ്റ്റ് ചെയ്ത് ജയിലിട്ടപ്പോൾ കർണാടകയിൽ ഘോര പ്രസംഗമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തിനാ? അവർ അധികാരമില്ലാത്തതുകൊണ്ടാണോ? ഒന്നുമല്ലല്ലോ. ഇതിനാണ് രാഷ്ട്രീയ മറുപടി എന്ന് പറയുന്നത്. രാഷ്ട്രീയ മറുപടി പറഞ്ഞല്ലോ. എങ്ങനെയാണ് രാഷ്ട്രീയ മറുപടി പറഞ്ഞത്? ഈ പറഞ്ഞ ശശിധരൻ കർത്തനെ CMRൽ നിന്നും പൈസ എല്ലാവർക്കും കളക്ട് ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഓൾറെഡി ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെല്ലാവർക്കും കളക്ട് ചെയ്യുക. പക്ഷേ വീണ വിജയൻ വാങ്ങരുത്. അതാണ് കറക്റ്റ് കാര്യം. അപ്പൊ രണ്ട് ഉത്തരവുണ്ട്. ഞങ്ങൾക്ക് ഈ പൈസ ഒക്കെ മേടിച്ച് രണ്ടും തമ്മിൽ താരതമ്യമുണ്ടോ? രാഷ്ട്രീയ ഒട്ടും താരതമ്യമില്ല. അല്ല, ഒട്ടും താരതമ്യമില്ല. ഇന്നത്തെ പിണറായി വിജയന്റെ വാക്കിൽ ഒരു മിനിറ്റ് വേണം. ഇന്നത്തെ പിണറായി വിജയന്റെ വാക്കിൽ ഒരു വ്യക്തതയുണ്ട്. എന്താ വ്യക്തത എന്നറിയോ? എന്താ വ്യക്തത? എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരു മിനിറ്റ് പറയട്ടെ. വീണ വിജയനോട് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയും CMRൽ തമ്മിൽ ഇടപാടാണ് അല്ലേ? പറയട്ടെ. അപ്പോൾ CMRൽ നിന്നുള്ള വ്യക്തിയും വീണ വിജയനും തമ്മിൽ ഇടപാട് ഈ കഴിഞ്ഞ ഇത്രയും നാളുമായിട്ട് നിങ്ങളുടെ MLA ആയ മാത്തിക്കോട് ഹൈക്കോടതി പോയി പറഞ്ഞ എന്താ? UDFന്റെ MLA പോയി ഹൈക്കോടതി പോയി പറഞ്ഞ എന്താ? അപ്പൊ എന്താണ് മറുപടി വന്നല്ലോ. അപ്പൊ അതിന് ഇന്ന് അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്. ഇന്ന് കണക്ട് ചെയ്യുന്നത് എന്താ? ഇന്ന് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തകർ എന്തിനാ പുറത്ത് സമരം നടത്തിയെന്നാ? ഒറ്റ കാര്യമുള്ളൂ. പറയട്ടെ. എന്തിനാ സമരം നടത്തിയെന്നറിയോ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ റൂമിൽ പൂട്ടിയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ റൂമിൽ പൂട്ടിയിട്ടാൽ കേരളത്തിൽ മുഴുവൻ സമരം നടക്കും. അതുതന്നെയാണ്. അപ്പൊ അത്ര തന്നെയുള്ളൂ. അപ്പൊ അതിന് ആ രീതിയിൽ അതിനുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ CM ലൈൻ വ്യക്തമാണോ എന്നുള്ളതാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾക്ക് നോ എന്നാണ്. Meet the editors.